അധ്യാത്മരാമായണ പാരായണം 24-ാം ദിവസം. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജന്തനെ വണങ്ങിനാർ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവനോടു പഥ്യം. വിഭീഷണൻ രാക്ഷസതീശ്വര വീരാ ദശാനന, കേൾക്കണമെന്നുടെ വാക്കുകളൊന്നു നീ. നല്ലതു ചൊല്ലണമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ഭുതജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക് നീ രാമനോടി ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്തജ്ഞ യജ്ഞാന്താകാദികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രചങ്കനും കുംഭൻ നികുംബന കമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭകനും ത്രിശിരസ്സധികായനും വേദാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദ്രംഷ്ടാദി വീരരും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷധൂമ്രാക്ഷനും മകരാക്ഷനും. ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനുമാമല്ല അവനോടോ നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതാക മനസ്സേ. ശ്രീരാമനായതു മാനുഷനല്ല കേളാരെന്നറിവാനുമാമല്ലൊരുവനും. ദേവേന്ദ്രനുമല്ല ഭക്തിയുമല്ലവൻ വൈവസ്വതനും. നിധൃതിയുമല്ല കേൾപ്പാശിയുമല്ല ജഗൽ പ്രാണനല്ല വിത്തേശനുമല്ലവൻ. ഈശാനനും അല്ല വേദാവുമല്ല ഭുജംഗാധിപനുമല്ല ആദിത്യരുദ്ര വസുക്കളുമല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ. സൃഷ്ടിസ്ഥിതി ലയകാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ. പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശുപവാ വീരനെ. ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിരിന. കൊന്നാനിരുപത്തൊരു തുടരാമന മന്നവന്മാരെ അസുരാംശമാകയാൽ അന്നു സുരയൊക്കെയൊടുക്കുവാൻ മഞ്ഞിലവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനാ വന്നതു നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നു കൂടായെന്നു നിർണയം. എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിൽ അതിനു ചൊല്ലിടുവാൻ. സേവിപ്പവർക്കഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ. ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ മുക്തിയും ഭുക്തിയും നൽകും ജനാർദ്ദനൻ. ആശ്രിതവത്സലനം ഭുജലോചനൻ ഈശ്വരനിന്നിരാവല്ലഭൻ
കേശവൻ. ഭക്തിയോടും നിന്തിരുവടി തമ്പനം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ. മൈഥിലി ദേവിയെ കൊണ്ടു കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴാദാശു രക്ഷിക്കുന്നു ചൊല്ലിയ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടുമേവനും. നമ്മുടെ തമ്പുനോണോളം കൃപയില്ല മറ്റാർക്കും. കാടകം ബുക്ക നേരത്തതി ബാലകൻ താടകയെ കൊല ചെയ്താനുരമ്പിനാൽ കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമാ നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിന. തൃക്കാലടിവെച്ചു കല്ലാമഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്കനെ. ത്രയംബകം വില്ലു ഖണ്ഡിച്ചു സീതയാ മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാക്കിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതൻ. പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവം ചാടിക്കടന്നവിടേക്ക് വന്നർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വഗ്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു. സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കെ തവ നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോടു വൈരം വ്രത തന്നൊങ്കി തന്നെ കൊടുക്കമടിയാതെ. നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്കനെ. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നൊടുൾപ്പൂവിൽ മത്സരം വച്ചു തുടങ്ങിയ. പിൽപ്പാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടുമരക്ഷണ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലിൽ എന്നു നിർണയം. തന്നെ ദുർനയം കൊണ്ടു വരുന്നതിനു നാമാളല്ല പോകുന്നു. വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല മന്നവ. രാമശരമേറ്റു മൃത്യു വരുന്നോരു ആമയാമുള്ളിൽ എനിക്കുള്ളതു കൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി. താരാർമകളെ കൊടുക്ക വൈകാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടനർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്കനീ. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം. വൻപനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോടു കലഹം തുടങ്ങിയാലാരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്ന ശങ്കരനാദികളെന്നതും ഓർക്കനീ. രാക്ഷസരാജ ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങലോ. കൊണ്ടൽ നേർവർണ്ണനു ജാനകി ദേവിയെ കൊണ്ടു കൊടുത്തു സുഖിച്ചു വസിക്കനീ. സംശയമിന്നേ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായ വേണമേ. ഇത്തം
വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രൂധനായ സോദരനോടും ചൊല്ലിടിന, ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന് ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം. ഇത്തരമെന്നോടു ചൊല്ലുകിലാശു നീ വന്ധ്യനാം, എന്നാൽ അതിനില്ല സംശയം. രാത്രിഞ്ചരാധിപൻ ഇത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാംഭോജമെന്നിവ മറ്റാരും ശരണമെനിക്കില്ല, കേവലം ചെന്നു തൃക്കാൽക്കൽ വീണാന്തികെ സന്തതം നിന്നു സേവിച്ചു കൊൾവൻ ജന്മമുള്ള നാൾ. സത്വരം നാലമാത്യന്മാരുമായവനിത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു ദാരധനാലയമിത്രഭൃത്യൗക്കവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം. മാനസത്തിങ്കലുറപ്പിച്ചു തുഷ്ടനാ വീണുവണങ്ങിനാൻ അഗ്രജൻ തൻപദം. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം, ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും ഒരാമയമിങ്ങതിനില്ലെന്നു നിർണയം. പോകാകിലോ മമ ചന്ദ്രഹാസത്തിനിന്നേകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ, എന്നുടെ താതനു തുല്യനല്ലോ ഭവൻ. താവകമായ നിയോഗമനുഷ്ഠിപ്പാൻ ആവതെല്ലാമതു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടരുകതേതുമേ, എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു പുത്രമിത്താർത്ഥകളത്രാദികളോടും. അത്ര സുഖിച്ചു സുചിരം വസിക്ക നീ, മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥമന്ദിരേ രാമനായ ജാതനായാൽ. ജനകാലയെ കാലയും സീതാഭിധാനേന ജാതയായിടിനാൻ. ഭൂമിഭാരം കളഞ്ഞിടുവാന മുതിർന്നാമോദമോടിങ്ങു വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികളങ്ങു ഭവാനുള്ളിലേൽക്കുന്നിതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാനവനിയിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനാ നിർണയം. പിന്നെയതിനന്യതാതുത്വം ഭവിക്കുമോ? ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. വിഭീഷണന്റെ ശരണപ്രാപ്തി. രാവണൻ തൻ നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജ സേവാർത്ഥമാ ശോകം വിനാ നാലമാത്യരുമായുടനാകാശ മാർഗേ ഗമിച്ചാനനധിദ്രുതം. ശ്രീരാമ ദേവനിരുന്നരുളുടിന്ന നേരെ മുകളിന്നുച്ചൈസ്തരമവൻ വ്യക്തവർണ്ണേന ചൊല്ലിടിനാൻ എത്രയും ഭക്തി വിനയ വിശുദ്ധമതിസ്ഫുടം. രാമാ രമാരമണ ത്രിലോകീപതേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ
രാജീവനേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണേ സീതാപതേ ജയ. രാവണൻ തന്നെ സോദരൻ ഞാൻ തവ സേവാർത്ഥമാ വിടകൊണ്ടേ ദയാനിധേ ഹാംനയാമൂർത്തേ രഘുപതേ ശ്രീപതേ നാമാന വിഭീഷണൻ ത്വദ്ഭക്തസേവകൻ. ദേവിയെ കട്ടതനുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേ. ദേവി ശ്രീരാമനായി കൊണ്ടു നൽകുകെന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചതജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുമേ പഥ്യമായുള്ളതു ചൊല്ലിയതേറ്റം പഥ്യമായി വന്നിത വന്നു വിധിവശാൽ. വാളുമായി എന്നെ വധിപ്പാനടുത്തിതു കാളഭുജംഗ വേഗേനെ ലങ്കേശ്വരൻ. മൃത്യുഭയത്താലടിയനുമെത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിക. നാലമാത്യന്മാരുമാ വിടകൊണ്ടേനൊരാലംബനം മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണമോക്ഷാർത്ഥം ഭവചരണാംബുജം മേ ശരണം കരുണാംബുദേ. ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ടളവുത്തായ സുഗ്രീവനും പറഞ്ഞിടിന വിശ്വേശ സുരാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുടെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയാ വന്നാനമാത്യരും മായാവി ശാരദന്മാരെന്നു നിർണയം. ഛിദ്രം കുറഞ്ഞൊന്നു കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യ നിന്നിവനില്ലൊരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നത് എന്നോർക്കണമേ. ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിലൊന്തൊന്നഭിമതമെന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാൽ പലതരം. അന്നേരമുത്തായ വന്നിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനും ഉത്തമനെത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടെ മതം. നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ. നല്ലവരുണ്ടാമവരിലും എന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നെത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയും. ഇത്തം പലരും പലവിധം ചൊന്നവ ചിത്തെ ധരിച്ചരുൾ ചെയ്തു രഘുപതി. മാരുതി ചെന്നതു ഭവന്നമെത്രയും വീരാ വിഭാകരപുത്ര വരികടോ. ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പവാദാദി നീതിജ്ഞാവരന്മാരെ. ഉർവീശനായാൽ അവനാശ്രിതന്മാരെ സർവശോരക്ഷേച്ചു നശ്വപജാനഭി. രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മ കേവലം രക്ഷിതാവശ്വമേധം
ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങൾ അറിയരുതേതുമീ മുന്നമൊരു കപോതം നിജപേടയോടൊന്നിച്ചൊരു വനം തന്നിൽ മേവീടിന. ഉന്നതമായൊരു പാദപാഗ്രേ തഥാ ചെന്നൊരു കാട്ടാളനേതു കൊന്നീടിന. തന്നുടെ പക്ഷിണിയെ സുരതാന്തരെ വന്നൊരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ. തന്നെ മറന്നിരുന്നിടും ദേശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും. ചെന്നു ചരമാബ്ദി തന്നിൽ മറഞ്ഞിതു ഖിന്നനായി വന്നു വിശന്നു കിരാതനും. താനിരിക്കുന്ന വൃക്ഷത്തിനു മുരടതിൽ ദീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കപോതവും കൊണ്ടുവന്നാശു കൊടുത്തിതു വഗ്നിയും. തന്നുടെ കയ്യിലിരുന്ന കപോതിയെ വഗ്നിയിലിട്ടു ചുട്ടാശു തിന്നിടിന. എന്നതു കൊണ്ടും വിശപ്പടങ്ങിടാഞ്ഞു പിന്നെയും പീഡിച്ചിരിക്കും കിരാതനു. തന്നുടെ ദേഹവും നൽകിനൻപോടു വഗ്നിയിൽ വീണു കിരാതാശനാർത്ഥമായി. അത്ര പോലും വേണമാശ്രിതരക്ഷണം മർത്യനെന്നാലോ പറയേണ്ടിതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവനെന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിനെന്നെ ചതിപ്പതിന്നാരുമില്ലെങ്ങുമേ. ലോകപാലകന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാനാരെ ഭയപ്പെടുന്നു മുത വന്നിടുവാൻ. ചൊല്ലവനെ മടിയാതെ വ്യഗ്രയായി കേതുമിതു ചൊല്ലി മാനസേ. സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കുമതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നും അറിക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിന. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിന. രാമം വിശാലാക്ഷമിന്ദീവരദള ശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബാവ പ്രസന്നമുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കപികുലസേവിതം രാഘവം കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിന. ശ്രീരാമ സീതാ മനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസ വംശവിനാശന ശ്രീരാമ പാദാംബുജം നമോസ്തു സദാ. ചണ്ഡാംശു ഗോത്രോത്ഭവായ നമോ നമഃ.
ചണ്ഡകോദണ്ഡധരായ നമോ നമഃ. പണ്ഡിതഹൃൽ പുണ്ടരീക ചണ്ഡാംശവേ ഖണ്ഡപരശുപ്രിയായ നമോ നമഃ. രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമഃ. വിശ്വോത്ഭവസ്ഥിതസംഹാര ഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമഃ. നിത്യമനാദി ഗൃഹസ്ഥായ തേ നമോ നിത്യായ സത്യായ ശുദ്ധായ തേ നമഃ. ഭക്തിപ്രയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമഃ. വിശേഷനാം നിന്തിരുവടി താനല്ലോ വിശ്വാത്ഭവസ്ഥിതി സംഹാരകാരണൻ. സന്തതം ജംഗമഭൂതങ്ങൾ അന്തർ ബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ നിന്മഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലമാ പരബ്രഹ്മജ്ഞാനിനാം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാ ജന്മ മരണങ്ങളുണ്ടായി വരുന്നതും അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നുമതിനില്ല സംശയം. എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നിതദ്വയമാം പരബ്രഹ്മം സനാതനം. പുത്രധാരാദി വിഷയങ്ങളിലതി ശക്തി കലർന്നു രമിക്കുന്നതന്വഹം. ആത്മാവിനെ അറിയാകയാൽ നിർണയമാത്മനി കാണേണമാത്മാനമാത്മന. ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയും ഓർത്താലൊടുക്കമനാത്മനാം ആദികാലേ സുഖമെന്നു തോന്നിക്കുമതേതും വിവേകമില്ലാതവർ മാനസേ. ഇന്ദ്രാഗ്നിധർമ്മരക്ഷോ വരുണാനില ചന്ദ്രരുദ്ര ജാഹിപാദികളൊക്കെയും ചിന്തിക്കലോ നിന്തിരുവടി നിർണയമന്തവുമാദിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വച്ചതിസ്ഥൂലനും ഭവാൻ ന്യൂനമാണെങ്കിൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാത മഹത്വത്വവും ഭവാൻ സർവലോകാന പിതാവായതും ഭവാൻ സർവലോകേശ മാതാവായതും ഭവാൻ സർവദാ സർവധാതാവായതും ഭവാൻ ദർവീകരേന്ദ്രശയന ദയാനിധി ആദിമധ്യാന്തവിഹീനൻ പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തതിനീശ്വരൻ അച്യുതനവ്യയൻ അവ്യക്തൻ അദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കുമറിഞ്ഞു കൂടാതവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരുപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ സൽഭാവയുക്തൻ സനാതനൻ സർവകൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടഭാന്തകൻ ജ്ഞാനിക ത്വൽപാദഭക്തി നിശ്രേണിയേ സാനന്ദമാശു സംപ്രാപ്യ രഘുപതേ ജ്ഞാനയോഗ്യാഖ സൗധം കരീറി
ചെയ്തിടുവാൻ മാനസേ കാമിച്ചു വന്നി ജഗൽപദേ സീതാപദേ രാമ കാരുണി ഗോത്തമ യാതുധാനാന്തക രാവണാരേ ഹരേ പാദാംബുജം നമസ്തേ ഭവസാഗര ഭീതനാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേ ഭക്തിപരവശനായി സ്തുതിച്ചിടിന ഭക്തിയെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ ഭക്തിപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ടു മുഗ്ധസ്മിതപൂർവമേവമരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനേക തൽപരൻ ഒട്ടുമേ താപമൊരുത്തനെന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ടുണർത്തിച്ച് അരുളിനാ ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതി കൃതകാമനായേനഹം ത്വൽപാദ പത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സമനായൊരു ധന്യനില്ലൂഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലല്ലോ അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തികര സ്തോത്രമത്യന്ത ശുദ്ധനാ നിത്യവും ചൊൽകയും കേൾക്കുകയും ചെയ്കിലും മുക്തി വരുമതിനില്ലൊരു സംശയം ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയൻ അരുൾ ചെയ്തിതു സാദരം എന്നെ കനിവോടു കണ്ടതിൻ്റെ ഫലമിന്നു തന്നെ വരുത്തേണമതിന്നു നീ ലങ്കാധിപനിവനെന്ന അഭിഷേകവും ശങ്കാവിഹീനമൻപോടു ചെയ്തിടുക സാഗരവാരിയും കൊണ്ടു വന്നിടുക ശാഖാ മൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രാന്മാരും ആകാശ ഭൂമിയും മൽക്കഥയും ജഗത്തിലുങ്കലുള്ളെന്നിവൻ വാഴ്ക ലങ്കാരാജ്യമേവം മമാജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജനേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യർത്ഥം അഭിഷേകം അൻപോടു വാദ്യാഘോഷേണ ചെയ്തിടിന വമ്പരാ വാനരാധീശ്വരന്മാരുമാ സാധുവാദേന മുഴങ്ങി ജഗത്രയം സാധുജനങ്ങളും പ്രീതി പൂണ്ടിടിന ആദിത്യയോത്തമന്മാ പുഷ്പവൃഷ്ടിയുമാതിവേറിട്ടു ചെയ്തിടിന ആദര അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ പുരുഷോത്തമനെ ഭജിച്ചിടിന ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും അന്തർമുദാ സിദ്ധവിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചിതു ഭേരിനിനാദം മുഴക്കിനാരും വരും പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിന പാരേഴു രണ്ടിനും നാഥനായി വാഴുമേ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണ നിഗ്രഹത്തിനു സഹായവും ആവോളമാശു ചെയ്യണം ഭവാനിനെ കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റമനുഗ്രഹം സുഗ്രീവവാക്യമാകർണ്യ വിഭീഷണനഗ്രേ ചിരിച്ചവനോടു ചൊല്ലിടിന സാക്ഷാൽ
ജഗന്മയനാം അഖിലീശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യം അവിടേക്കു ബന്ധു ശത്രുക്കളെന്നുള്ളതുമില്ലകെ ഗൂഢസ്ഥാനാനന്ദപൂർണനേക മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ. മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നതു ഗൂഢത്രേ ഗുണഭാവേന മായാബല തദ്വശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ട് അദ്വയ ഭാവേന സേവിച്ചു കൊള്ളുക നാം. നക്തഞ്ചര പ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാ ഭാനുജനും തെളിഞ്ഞിടിനാൻ. നക്തഞ്ചര പ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാ ഭാനുജനും തെളിഞ്ഞിടിനാൻ. ശുഖബന്ധനം. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുഖനാം നിശാചരൻ പുഷ്കരീ നിന്നു വിളിച്ചു ചൊല്ലിടിനാൻ. മർക്കടരാജനാ സുഗ്രീവനോടിതം രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്കനീ. ഭാസ്കരസൂനോ പരാക്രമവാരിധി ഭാനുതനയന ഭാഗവതേയാംബുദേ വാനരരാജ മഹാകുലസംഭവ ആദിതേയേന്ദ്ര സുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോടു വൈരമെനിക്കേതുമില്ല, മറ്റൊന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരന രാമഭാര്യാമഹം വ്യാജേനെ കൊണ്ടു പോന്നേനതിനെന്തു തേ മർക്കടസേനയോടു മതിവിദ്രുതം കിഷ്കിന്ധയാ നഗരിക്കു പൊയ്ക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യം ആയുന്നു കേവലമെന്നുടെ ലങ്കാപുരമെടോ. അല്പസാരന്മാർ മനുഷ്യരുമെത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തൊന്നു കാട്ടുന്നതെന്നോടിവിടെ വന്നന്ധകാരം നിനച്ചിടാക നീ വൃഥ. ഇത്തം ശുഖോക്തികൾ കേട്ടു കപികുലമുദ്ധായ ചാടിപ്പിടിച്ചാരതിദ്രുതം. മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുഖനതിക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭു കാരുണ്യവാരിധേ രാമ നാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ, ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. മാനരന്മാരെ നിവാരണം ചെയ്താശു മാനവവീര, അതോഹം പ്രപാഹി മാം. ഇത്തം ശുഖപരിദേവനം കേട്ടൊരു ഭക്തിപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനന്നേരം ആനന്ദമുൾക്കൊണ്ടുയർന്നു ശുകൻ തഥാ. ചൊല്ലിനാ സുഗ്രീവനോടു ഞാൻ എന്തൊന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതു ചൊല്ലിടുകെന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാശു ശുകനോടു സത്വരം. ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലണമാശു സപുത്രബലാന്വിതം. ശ്രീരാമ പത്നി കട്ടുകൊണ്ടിടിന ചോരനെയും
കൊന്നു. ജാനകി തന്നെയും കൊണ്ടുപോകണമെനിക്കു കിഷ്കിന്ധയ്ക്കും രണ്ടില്ലതിനെന്നു ചെന്നു ചൊല്ലിയിടു നീ. അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവാർക്കാനോയോത്ഭവൻ താനും അരുൾ ചെയ്തു. വാനരന്മാരെ ശുകനെ ബന്ധിച്ചു കൊണ്ടൂനമൊഴിഞ്ഞത്ര കാത്തുകൊണ്ടിടുവിൻ. ഞാനുര ചെയ്തേക്കാവിതെന്നതു ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിന. ശാർദൂല വിക്രമം പൂണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്നു. കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിടിന വാർത്തകളുള്ള വണ്ണമതു കേട്ടൊരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണനാർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്യതം ചീർത്തഖേദത്തോടും ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാനിരുന്നിടിന. സേതുബന്ധനം. തൽക്കാലമർക്കകുലോത്ഭവൻ രാഘവനർക്കാത്മജാതി കപിവരന്മാരോടും രക്ഷോവരന വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിന. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമാ എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിന. ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നിതു തോന്നിയതങ്ങനെ തന്നെയെന്നർണവതീരെ കിഴക്കു നോക്കി തൊഴുതർണോജലോചനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും മുന്നാഹോരാത്രം ഉപാസിച്ചിതിങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ. ഏതുമിളകീല വാരിതിയുമതി ക്രോധേനെ രക്താന്ത നേത്രന നാഥനും കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്നു പെരുവഴി മീളുന്നതെങ്കിലേ അർണവം ഭസ്മമാക്കി ചമഞ്ഞിടുവൻ മുന്നും മതീയ പൂർവന്മാർ വളർത്തതുമിന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലമെന്നിയെ വാഴുകലെന്നുമേ നഷ്ടമാക്കിയിടുവൻ. വെള്ളം കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു. വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവര സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിവമുഖവിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ. വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം ഇത്തം രഘുവരൻ വാക്കു കേട്ട നേരം പൃഥ്വൂരകങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ശോഭിച്ചു മിട്ടാൽ കവിഞ്ഞുവാനുത്തങ്കമായ
തരംഗാവലിയോടും ത്രസ്തങ്ങളാ പരിതപ്തങ്ങളാ വന്നത്യുഗ്ര നക്രതി മിഥ്യാഷാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞൊരു കാന്ത്യാ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വിസ്ത്രസ്തനാ രാമപാദാന്തികെ വെച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാ ത്രാഹിമാ ത്രൈലോക്യപാലക ത്രാഹിമാ ത്രാഹിമാ വിഷ്ണു ജഗൽപതേ. ത്രാഹിമാ ത്രാഹിമാ പൗലസ്ത്യാനാശന ത്രാഹിമാ ത്രാഹിമാ രാമ രമാപദേ. ആദികാലേ തവ മായാ ഗുണവശാൽ ഭൂതങ്ങളെ ഭവൻ സൃഷ്ടിച്ചതു നേരം. സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം. ജഡസ്വഭാവങ്ങളാ കഷ്ടമിതാർക്കു നീക്കാവൂ തവ മതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭയനിയോഗ സ്വഭാവത്തെയും അന്യഥാ കർത്തുമാരുള്ളത് ശക്തരാ. താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരുവിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികൾ താമസഗുണം. മായാരഹിതന നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവൻ കാരണപുരുഷനായ ഗുണാഭാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്നും ഗുണങ്ങളാൽ ഉൽപ്പന്നരായതു ദേവാദികൾ തഥാ തത്ര സത്വത്തിങ്കൽ നിന്നല്ലേ ദേവകൾ തദ്രജോഭൂതങ്ങളാൽ പ്രജേശാദികൾ തത്തമോദ്ഭൂതനാൽ ഭൂതപതി താനുമുത്തമ പുരുഷ രാമ ദയാനിധി. മായയാ ചന്നനാലീലാ മനുഷ്യനാ മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം നിർഗുണനായി സദാ ചിഗ്നനായൊരു നിഷ്കളങ്കനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാ നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാനെങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്കു സന്മാർഗപ്രാപകം ഓർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂന യഥാഗ്ലഗുണം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശ. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമശീശം ശരണം നതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമാ ലങ്കാമാർഗമാശു ദദാമി തേ. ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോട് ഉത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു. ബാണം മതീയമോഖമതിന്നിഹ വേണമൊരു ലക്ഷ്യമെന്തതിനുള്ളതും പാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരേണമെനിക്കു
മാരാനിധേ. അർണവനാഥനും ചൊല്ലിനാൻ അന്നേരം അന്യോന കാരുണ്യ സിന്ധോ ജഗൽപദേ ഉത്തരസ്യാം ദിശി മത്തീരഭൂതലെ ചിത്തദ്രുമകുല്യദേശം സുഭിക്ഷതം. തത്ര പാപാത്മാക്കളുണ്ടു നിശാചരെത്രയും പാരമുപദ്രവിച്ചിടുവോ വേഗാലവിടേക്കയക്കൂ ബാണം തവ ലോകോപകാരമാകാമതു നിർണയം. രാമനും ബാണമയച്ചാൻ അതു നേരം ആമയം തേടിയിടുമാ വീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗിനെ ബാണം പോന്നു മെല്ലവേ തൂണീരം പുക്കിതാദരാ. ആ ഭീരമണ്ഡലമൊക്കെ നശിക്കയാ ശോഭനമായി വന്നു തൽപ്രദേശം. തഥാ തൽക്കൂലദേശവുമന്നു തൊട്ടെത്രയും മുഖ്യ ജനപദമാ വന്നിതിപ്പോഴും. സാഗരം ചൊല്ലിന സാദരമന്നേരം ആകുലമിന്നിയേ മജ്ജലേ സത്വരം. സേതുബന്ധിക്ക നളനാം കവിവരനേതുമവനൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകനവനാകയാ വിശ്വശില്പക്രിയ തൽപരനെത്രയും വിശ്വദുരിതാപകാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടനബ്ദിയും മെല്ലെ മറഞ്ഞരുളിടിന സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ. തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടു പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടനാജ്ഞയെ ചെയ്തിതു സേതു സംബന്ധനെ. തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്നിച്ചു സത്വരം. പർവ്വതതുല്യ ശരീരികളാകിന ദുർവാര വീരമിയെന്ന കവികളും സർവദിക്കെങ്കിലും നിന്നു സരഭസം പർവ്വതപാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതെരേ. കുണ്ടധാഹീനം പടുത്തു തുടങ്ങിന നേരെ ശതയോജനയായതമായുടൻ നീരഞ്ചു യോജന വിസ്താരമാം വണ്ണം ഇത്തമ്പടുത്തു തുടങ്ങും വിധോ രാമഭദ്രനാ ദാശരഥി ജഗതീശ്വരം രാമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമാ പൂജിച്ചു വന്നിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനനേമവരുൾ ചെയ്തു. യാതൊരു മർത്യനിവിടെ വന്നാദര സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപ്പെട്ടതിൽ ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനാ കുണ്ഠത കൈവിട്ടു വാരണാസി പുക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാസലിലവും കൊണ്ടുപോന്നതരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തത ശ്രീമൽ സമുദ്രേ കളഞ്ഞു തദ്ഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യനെന്നോടു സായുജ്യം വരുമതിനില്ലൊരു സംശയം.
എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും വിശ്വകർമാത്മജന നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ. വിദ്രുതമദ്രി പാഷാണത്തരുക്കളാൽ അധിനെ തീർന്നു 14 യോജന തീർന്നിരുപതു യോജന പിറ്റേനാൾ 3-ാം ദിനം 21 യോജന 4-ാം ദിനം 22 പോലെ 23 5-ാം ദിനം 5 നാൾ കൊണ്ടു ശതയോജനയായതും ചഞ്ചലമിന്നീ തീർന്നോനരന്തരം സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ടേ കരേറി രഘൂത്തമൻ താരേയ കണ്ടേ സുമിത്രാതനയനും ആരുഹ്യ ചെന്നു സുബേലാചല മുകളേറിനാർ. വാനരസേനയോടും ദ്രുതം ലങ്കാപുര ലോകനാശയ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംബാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം സ്വർണമയധ്വജ പ്രാകാര തോരണപൂർണം മനോഹരം പ്രസാദ സംകുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുരജാല പരിഗത ശബ്ദഗ്നി സമന്വിതം പ്രാസാദമൂർണി വിസ്തീർണദേശേ മുത വാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനെ മന്ത്രിഭിः സങ്കുലേ രത്നദണ്ഡാതപത്രൈരുവ ശോഭിതേ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടു വീച്ചു നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘൂത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാ മുന്നേ നിബന്ധനായൊരു ശുഖാസുരൻ തന്നെ വിരവോടടയ്ക്ക മടിയാതെ ചെന്നു ദശഗ്രീവനോടു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര രഘുവീര രണധീര രഘുകുല രാമ. ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര രഘുവീര രണധീര രഘുകുല രാമ. ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര.